ഒരു ഗോൾഡ് യൂണിവേഴ്സിറ്റി അടക്കം അതിലുണ്ടാവും പറയുന്നത്. പുതിയ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലോകത്തിലാദ്യമായിട്ടായിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും പ്രോത്സാഹിപ്പിക്കുകയാണ്. നല്ലോണം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിച്ചാൽ തനത് വരുമാനം ഉണ്ടാകും. അത് ഉണ്ടാക്കണം. ഇപ്പോൾ ഇവിടെ മട്ടന്നൂർ ഒരു ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കമ്പനി വന്നിട്ട് 3 ലക്ഷം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് ഒരു പുതിയ പ്രോജക്റ്റാണ്. കാരണം ഇനിയിപ്പോൾ പഴയതുപോലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ വിനിമയവും ഒക്കെ സ്വർണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും വളർന്നു വരുന്നത്. അപ്പോൾ കറൻസി പതുക്കെ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഗോൾഡ് യൂണിവേഴ്സിറ്റി അടക്കം അതിലുണ്ടാവും പറയുന്നത്. പുതിയ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലോകത്തിലാദ്യമായിട്ടായിരിക്കും. വളരെ വിപുലമാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് 5000 ഏക്കറോളം സ്ഥലം ഭാവിയിൽ വേണം. എന്നാൽ ഇപ്പോൾ 1000 ഏക്കർ സ്ഥലം തുടക്കത്തിന് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. നമുക്ക് സ്ഥലമുണ്ട്. നമ്മളിപ്പം 5000 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യാൻ ബോധപൂർവം നേരത്തെ എയർപോർട്ടിൻ്റെ അടുത്ത് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അക്വിസിഷൻ നടപടിയിലാണ്. കയ്യിൽ ഇപ്പോൾ 1000 ഏക്കർ ഏറെ ഭൂമി വന്നു. ബാക്കിയുള്ളത് അക്വിസിഷൻ നടപടി പ്രോസസ്സിലാണ്. അപ്പോൾ അത് പൂർത്തിയാകുമ്പോൾ ആ ഭൂമിയും കൂടി ഗവൺമെൻറ്റിൻ്റെതായിട്ട് വരും. അതുകൊണ്ട് സ്ഥലമില്ലാത്ത വിഷമമൊന്നുമില്ല. സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, ഊർജ്ജമുണ്ട്. അത് മതിയല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ഗവൺമെൻറ് നിങ്ങൾ ഇവിടെ നിൽക്കുക, ഇനി അടുത്ത ടേമിൽ മറ്റവർ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആകെ നശിപ്പിച്ചാളില്ലേ.